നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ADMന്റെ ഭാര്യയായ മഞ്ജുഷയും കുടുംബവും നൽകിയിരുന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ എതിർത്തുകൊണ്ട് സർക്കാർ ചില വാദങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. സർക്കാർ എന്തിനാണ് ഇത്തരത്തിൽ തടസ്സവാദം ഉന്നയിച്ചത് എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, കണ്ണൂരും പരിസര പ്രദേശത്തും നടന്നിട്ടുള്ള TTK ദേവസ്വത്തിൻ്റെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കണ്ണൂരിലുള്ള CPMന്റെ ബിനാമികളുടെ പേരിലാണ് എന്നുള്ളത് ഒരു വസ്തുത. രണ്ട്, കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ പമ്പ് എന്നുള്ള ഒരു പ്രതിഭാസം, അതായത് എവിടെയൊക്കെ ആരൊക്കെയാണ് ഈ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി സംരംഭകരായി നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. പലരും പല ബിനാമികളുടെ പേരിൽ തന്നെയാണ് പെട്രോൾ പമ്പിന് അപേക്ഷിച്ചിട്ടുള്ളത്. അതിൽ ഒരാളാണ് TV പ്രശാന്തൻ. പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന പ്രശാന്തിന് എങ്ങനെയാണ് പെട്രോൾ പമ്പ് തുടങ്ങുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സംരംഭകത്വം തുടങ്ങുന്നതിന് വേണ്ടി സാധിക്കുക എന്നുള്ളത് ചോദ്യം തന്നെയാണ്. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് മറ്റു വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുക? അതിന് സർക്കാരിന് അനുമതി വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചോദ്യചിഹ്നം തന്നെയാണ്. മാത്രമല്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് പത്തനംതിട്ടയിൽ മലയാലപ്പുഴയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം സന്ദർശിച്ചു പറഞ്ഞ അനുശോചന സന്ദേശത്തിൽ കൃത്യമായി ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ, അതായത് CPMും സർക്കാരും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ്. പാരമ്പര്യമായി നവീൻ ബാബുവിൻ്റെ കുടുംബക്കാർ CPMകാർ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കുടുംബത്തിൽ ഉള്ള ഒരാൾക്ക് ഇത്തരത്തിലൊരു ദുർഗതി വന്നതിനാൽ ഞങ്ങൾ എപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകും എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ MV ഗോവിന്ദൻ പറഞ്ഞത് അത്രയും PP ദിവ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത, എടുത്തു കാണേണ്ട വസ്തുത. നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് PP ദിവ്യയെ ജയിലിൽ അടച്ച അവസരത്തിൽ തന്നെയാണ് MV ഗോവിന്ദൻ്റെ വാക്കുകൾ ഇങ്ങനെ ഉണ്ടായത്. എന്തായാലും PP ദിവ്യ ആ കാര്യത്തിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തി ഇരിക്കുകയായിരുന്നു. കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അവർ വിളിച്ചു പറയുമോ എന്നുള്ള സംശയം MV ഗോവിന്ദനും ഉണ്ടായിരുന്നു. മലയാളത്തിലെ ഒരു പ്രശസ്ത ചലച്ചിത്ര സംവിധായികയും നിർമ്മാതാവുമായ ഒരു സ്ത്രീയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധാന മേഖലയിൽ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ജോലി നോക്കുന്ന MV ഗോവിന്ദൻ്റെ ഒരു മകനുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ക്രമക്കേടുകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് വൻ പവർ ബ്രോക്കേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് സംസാരിച്ച് സെറ്റിൽ ചെയ്തത് എന്നുള്ളതാണ് പുറത്തു വരുന്ന ഒരു വിവരം. ഇത്തരം കാര്യങ്ങൾ PP ദിവ്യയ്ക്ക് കൃത്യമായി അറിയാം. മാത്രമല്ല, കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ഉള്ള ഈ അടുത്ത കാലത്ത് പൊങ്ങി വന്നിട്ടുള്ള പല സംരംഭങ്ങളും അതുപോലെ പെട്രോൾ പമ്പുകളും TTK ദേവസ്വത്തിൻ്റെതുൾപ്പെടെയുള്ള പല ബിനാമി ഇടപാടുകളുമെല്ലാം കൃത്യമായി തന്നെ അറിയാവുന്ന ആൾ തന്നെയാണ് PP ദിവ്യ. ഇതിൽ MV ഗോവിന്ദൻ്റെ കുടുംബവുമായി ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ ബന്ധമുണ്ട് എന്നുള്ളത് PP ദിവ്യയ്ക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള കണ്ണൂർ നിവാസികൾ അടയാളപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് PP ദിവ്യ ജയിൽ മോചിതയാകുന്ന ദിവസം, PP ദിവ്യ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ദിവസം MV ഗോവിന്ദൻ്റെ ഭാര്യയായ ശ്യാമളയെ അങ്ങോട്ട് PP ദിവ്യയെ സ്വീകരിക്കുവാൻ വേണ്ടി MV ഗോവിന്ദൻ പറഞ്ഞയച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അതായത് MV ഗോവിന്ദൻ നവീൻ്റെ വീട്ടിലേക്ക് വരികയും കൊല്ലപ്പെട്ട നവീൻ്റെ വീട്ടുകാരെ ആശ്വസിപ്പിക്കുകയും അതേസമയം PP ദിവ്യ ജയിൽ മോചിതയാവുന്ന സമയത്ത് ശ്യാമളയെ അങ്ങോട്ട് വിട്ട് അവരെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഏർപ്പാടുകളും ചെയ്തു. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയാനുള്ള കാരണം. TTK ദേവസ്വത്തിൻ്റെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് CPMന്റെ ബിനാമികൾ പതിച്ച് എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ വിവരങ്ങളെല്ലാം ADM നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ 2 ഫയലുകളിൽ ഉണ്ടായിരുന്നു. കോടതിയിൽ വിശദമായ വാദം കേൾക്കുന്ന സമയത്ത് ഈ ഫയലുകൾ പൊങ്ങി വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല രഹസ്യ സ്വഭാവങ്ങളും അടങ്ങിയ സന്ദേശങ്ങൾ, അതായത് മൊബൈലിലും മറ്റും ചില ആളുകൾ അയച്ചു കൊടുക്കുന്ന സന്ദേശങ്ങൾ ഒരു കാരണവശാലും കണ്ണൂരിൽ ഓഫീസിൽ വെച്ച് പരിശോധിക്കാതെ നവീൻ ബാബു അത് തൻ്റെ വീട്ടിൽ വന്നാണ് പരിശോധിച്ചിരുന്നത് എന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള CPMന്റെ
അനധികൃത ഇടപാടുകളിൽ കൃത്യമായ വിവരങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. ഇത് നവീൻ ബാബുവിനോട് കൂറുള്ള അല്ലെങ്കിൽ അഥവാ സംസ്ഥാനത്തോട് കൂറുള്ള നിയമവാഴ്ചയോട് കൂറുള്ള പലരും നവീൻ ബാബുവിന് പല രഹസ്യ സന്ദേശങ്ങളായി ഇത്തരം വിവരങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവയെല്ലാം ആധികാരിക രേഖകൾ തന്നെയാണ് എന്നുള്ളത് ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ വെബ്സൈറ്റുകൾ നോക്കി കൃത്യമായ രീതിയിൽ തന്നെ അത് അനാലിസിസ് ചെയ്ത് നവീൻ ബാബു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരം വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച 2 ഫയലുകൾ നവീൻ ബാബു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ ഫയലുകൾ നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ആളുകൾ തിരയുന്നുണ്ട്, ഇപ്പോഴും തിരയുന്നുണ്ടായിരിക്കാം എന്ന് തന്നെയാണ്. എന്നാൽ ഹൈക്കോടതിയിൽ വിശദമായി വാദം കേൾക്കുന്ന ഡിസംബർ 12-ാം തീയതിയോ അല്ലെങ്കിൽ അതിനുശേഷമോ ഉള്ള വാദപ്രതിവാദങ്ങളിൽ ഈ ഫയലിൻ്റെ കൃത്യമായ വിവരങ്ങൾ പൊങ്ങി വരും. ഈ ഫയൽ അവിടെ വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഊഹാപോഹങ്ങൾ ഉള്ളത്. എന്തായാലും അത്തരത്തിൽ ഫയലുകളെക്കുറിച്ചുള്ള മഞ്ജുഷയ്ക്കും കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതീവ ഗുരുതരമായ വിഷയങ്ങൾ കണ്ണൂർ ലോബിയുമായി, കണ്ണൂരിലെ CPM-മായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അനധികൃത ഇടപാടുകൾ, ഭൂമി ഇടപാടുകൾ, മറ്റ് സംരംഭങ്ങൾ എല്ലാം നടന്നിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥനായ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. നവീൻ ബാബു സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ സൈറ്റിൽ നിന്നും ചില വിവരങ്ങൾ കണ്ടെത്തുകയും കണ്ണൂരിലും വയനാട്ടിലും ഒരേ സമയത്ത് ഒരേ പേരിൽ നടന്നിരിക്കുന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമികളുടെ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത് ഒരാളുടെ പേരിലാണെന്നും ഇത്തരം ചില തട്ടിപ്പുകൾ വെബ്സൈറ്റിൽ നോക്കി ചില വെബ്സൈറ്റുകളുടെ സഹായത്തോടു കൂടി അനാലിസിസ് ചെയ്ത് നവീൻ ബാബു കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ രേഖകൾ നവീൻ ബാബുവിന് അറിയാമെന്ന് തന്നെയായിരുന്നു പല ആളുകളുടെയും ഉറക്കം കെടുത്തിയത്. ഇത്തരം ചില ആളുകളുടെ ഇടപെടലുകളായിരിക്കാം ഒരുപക്ഷെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ചെന്നെത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം സംശയിക്കുന്നതും ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ അവർ ഊന്നി പറയുന്നതും. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ MP ഗോവിന്ദനോ MP ഗോവിന്ദൻ്റെ കുടുംബക്കാർക്കോ ചാർച്ചക്കാർക്കോ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് PP ദിവ്യയെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി PP ദിവ്യ ജയിൽ മോചിതയാകുന്ന ദിവസം ശ്യാമളയെ അങ്ങോട്ട് വിട്ടത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇനി CBI അന്വേഷിക്കുകയാണെങ്കിൽ, CBI ഓരോ വിഷയത്തിൻ്റെയും അടിവേര് മാന്തിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ അകത്താകും എന്നുള്ളൊരു സൂചന തന്നെയാണ് കണ്ണൂരിൽ നിന്നുള്ള പല ആളുകളും പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് EP ജയരാജനുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. കാരണം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ ചില ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ തന്നെ പുറത്തു വരുമ്പോൾ അതിൽ MP ഗോവിന്ദനും ബന്ധപ്പെട്ട ചില ആളുകളും ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണ്ട എന്ന് MP ഗോവിന്ദൻ വാശി പിടിക്കാൻ കാരണം എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വർത്തമാനങ്ങൾ. ഇത് സർക്കാരിനെ കൊണ്ട് നിർബന്ധപൂർവ്വം ഒരു തീരുമാനം എടുപ്പിക്കുകയായിരുന്നു MP ഗോവിന്ദൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുന്നു? CBI അന്വേഷണം വരുമോ? CPM-ന്റെ കണ്ണൂർ ലോബി അടപടലം അകത്തു പോകുമോ? അതോ MP ഗോവിന്ദന്റെയും CPM-ന്റെയും നിലപാടുകൾ പോലെ തന്നെ ഒരുപക്ഷെ നീതിന്യായ സംവിധാനങ്ങളെ തന്നെ സ്വാധീനിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഒരു കാരണവശാലും ഒരിക്കലും നീതി കിട്ടാത്ത വിധത്തിൽ CBI അന്വേഷണം തടയുവാൻ സർക്കാരിനും CPM-നും ആകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം, കാത്തിരിക്കാം.